അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. 14-ാം യൂണിറ്റിലെ മൂന്നാമത്തെ ടെക്സ്റ്റാണ് നമുക്ക് നോക്കാനുള്ളത്. അത്തിജാറത്തുൽ ഇലക്ട്രോണിയ അഥവാ ഇ കൊമേഴ്സ്. രണ്ടാമതായിട്ടുള്ളത് വതദ്ബീബു അൻബുഅദ്, ടെലിമെഡിസിൻ എന്നൊക്കെ പറയും. അഥവാ ഡോക്ടറും രോഗിയും രണ്ട് സ്ഥലങ്ങളിലായിട്ട് നിന്നുകൊണ്ട് കൺസൾട്ടേഷനും ട്രീറ്റ്മെൻറ്റും ഒക്കെ എടുക്കുന്നതിനാണ് അത് പറയുന്നത്. തിജാറത്തുൽ ഇലക്ട്രോണിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്ന് കാണുന്ന ഫ്ലിപ്കാർട്ടും ആമസോൺ അതൊക്കെ ഇ കൊമേഴ്സിൽ പെടുന്നതാണ്. ആദ്യ പാരഗ്രാഫിൽ പറയുന്നത് ഇന്നത്തെ കാലത്തെ വേൾഡ് വൈഡ് വെബ് ലോകത്തെ ഡിജിറ്റലായിട്ട് പരിപൂർണമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഈ ലോകത്തിനെ ഒരു ചെറിയൊരു ഗ്രാമം പോലെയാക്കി മാറ്റിയിട്ടുണ്ട്. മുമ്പൊന്നും കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഡിജിറ്റൽ കണക്ഷനും അതുപോലെ തന്നെ ഈ ട്രാൻസ്പോർട്ടേഷൻ വസായുൽ നക്കിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസ്പോർട്ടേഷൻ മേഖലയിൽ വന്നിട്ടുള്ള വലിയ അഡ്വാൻസ്മെൻറ്റുകളും ഡെവലപ്മെൻറ്റുകളും കാര്യങ്ങളൊക്കെ ഇന്നത്തെ കാലത്ത് നമ്മുടെ ഗുഡ്സുകളെ ചരക്കുകളെയൊക്കെ ട്രാൻസ്പോർട്ട് ചെയ്യാനും അതേപോലെ തന്നെ ലാർജ് സ്കെയിൽ ട്രേഡുകളെയൊക്കെ വലിയ രീതിയിലുള്ള ട്രേഡുകളെയൊക്കെ കൂടുതൽ എളുപ്പമാക്കാനും കൂടുതൽ സ്മൂത്താക്കാനും ഈസിയർ ആക്കാനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഈ ഗ്ലോബൽ ഡിജിറ്റൽ കണക്ടിവിറ്റിയിൽ നമുക്ക് കരസ്ഥമായിട്ടുള്ള ഈ ഒരു റെവല്യൂഷൻ അഥവാ ഈ ഒരു വിപ്ലവാത്മകമായിട്ടുള്ള ആ ഒരു കണക്ടിവിറ്റിയിലൂടെ ലോകത്തെല്ലാം ഇന്നൊരു കൊടുങ്കാറ്റ് പോലെ അടിച്ചു വീശിയിട്ടുള്ള ആ തിജാറത്തു റഖമിയ അഥവാ ഡിജിറ്റൽ ട്രേഡ്, നമ്മളുള്ള ഓൺലൈൻ ട്രേഡുകൾ. ഈ ഓൺലൈൻ ട്രേഡുകൾ ഇന്ന് അറിയപ്പെടുന്നത് തിജാറത്തുൽ ഇലക്ട്രോണിയ അഥവാ ഇ കൊമേഴ്സ് എന്ന് നമുക്ക് പറയാം. ഈ ഇ കൊമേഴ്സിലൂടെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല പ്രൊഡക്റ്റ് ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ള പ്രൈസിൽ അവരുടെ വീടിൻ്റെ ഉള്ളിലുള്ള കംഫർട്ട് സോണിൽ നിന്ന് അവർക്ക് വാങ്ങാൻ കഴിയും. വേറെ എവിടേക്കും പോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ കോമ്പറ്റീറ്റീവ് റേറ്റ് ആണ്. കാരണം നമ്മളൊരു കടയിൽ പോകുമ്പോൾ ആ കടയിലെ വില മാത്രമേ നമുക്ക് അറിയുള്ളൂ. പക്ഷേ നമ്മൾ ഓൺലൈനിൽ നോക്കുമ്പോൾ അതിലെന്താണ് വ്യത്യസ്തമായിട്ടുള്ള പ്രൊഡക്റ്റുകൾ വ്യത്യസ്തമായിട്ടുള്ള ബ്രാൻഡുകൾ നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ വിലയൊക്കെ നമുക്ക് കമ്പയർ ചെയ്തുകൊണ്ട് ഏറ്റവും നല്ല കുറഞ്ഞ വിലയിലുള്ള വസ്തു നമുക്ക് വാങ്ങാനും കഴിയും. നമ്മുടെ ഈ കുറച്ച് മുമ്പ് COVID-19 കാരണം ലോകത്ത് ആകമാനമുണ്ടായിട്ടുള്ള ആ ഒരു ലോക്ക്ഡൗൺ കാരണത്താൽ ലോകത്ത് ഈ ഇ കൊമേഴ്സ് വലിയ രീതിയിൽ തന്നെ ഓൺലൈൻ ട്രേഡ് വലിയ രീതിയിൽ തന്നെ വ്യാപകമായിട്ടുണ്ട്. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് തിജാറത്തുൽ ഇലക്ട്രോണിയ ഇ കൊമേഴ്സ് എന്ന് പറയുന്നത് നമ്മൾ ഓൺലൈനിലൂടെ സർവീസുകളും അതേപോലെ തന്നെ നമ്മുടെ വസ്തുക്കളൊക്കെ വാങ്ങുന്നതും വിൽക്കുന്നതിൻ്റെയൊക്കെ ഒരു പ്രോസസ്സാണ് ഈ ഒരു ഓൺലൈൻ ട്രേഡ് അല്ലെങ്കിൽ ഇ കൊമേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇതിലൂടെ ക്ലയൻറ്റുകൾക്ക് കസ്റ്റമേഴ്സിന് അവരുടെ പേഴ്സണൽ കമ്പ്യൂട്ടറിൽ നിന്ന് അല്ലെങ്കിൽ മറ്റേതെങ്കിലും ടച്ച് പോയിൻറ്റ് നുഖാത്തുൽ ഇത്തിസാൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടച്ച് പോയിൻ്റ് എന്നൊക്കെ പറയാം. ടച്ച് പോയിൻ്റ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ഏതുപോലെ നമ്മുടെ അൽ ഹവാത്തിഫുൽ ലക്കിയ സ്മാർട്ട് ഫോണുകൾ, അതേപോലെ തന്നെ സാഅത്തുൽ ലക്കിയ സ്മാർട്ട് വാച്ചുകൾ, അതേപോലെ തന്നെ മുസാഅത്തുർ റഖമിയ ഡിജിറ്റൽ അസിസ്റ്റൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏതുപോലെ മിസ്ല അജ്ഹീസിയത്ത് ഈക്കോ മിൻ ആമസോണിൻ്റെ ഈക്കോ എന്ന് പറയുന്ന ഡിവൈസ് പോലെ നമ്മൾ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണല്ലോ അലക്സ എന്ന് പറയുന്നത് ഒരു ഡിജിറ്റൽ അസിസ്റ്റൻ്റ് ആണ്. അത്തരത്തിലുള്ള ഉപയോഗിക്കുന്ന ഡിവൈസ് വെച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, ഈ ഒരു കസ്റ്റമറിന് സാധനങ്ങൾ വാങ്ങാൻ കഴിയും. അടുത്ത പാരഗ്രാഫിൽ പറയുന്നത് ഈ ഇ കൊമേഴ്സ് ബിസിനസ് ടു കൺസ്യൂമർ സെക്ടറിലും അതുപോലെ തന്നെ ബിസിനസ് ടു ബിസിനസ് സെക്ടറിലും അഥവാ അതിന് അറബിയിൽ അത്തആമുലാത്തു ബൈന ഷിർക്കാത്ത് വൽ മുസ്തഹ്ലിക്കീൻ എന്നും അത്തആമുലാത്തു ബൈന ഷിർക്കാത്ത് എന്നും പറയും. അഥവാ ബിസിനസ് ടു കൺസ്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കമ്പനി അല്ലെങ്കിൽ ഒരാളെന്ത് ചെയ്യുക, നമുക്ക് അവിടെ ഉദാഹരണം പറയുന്നുണ്ട്. ഒഫി നമൂദ് തിജാറത്തുൽ ഇലക്ട്രോണിയ ബൈന ഷിർക്കാത്ത് വൽ മുസ്തഹ്ലിക്കീൻ. ഈ ബിസിനസ് ടു കൺസ്യൂമർ ഇ കൊമേഴ്സിൽ വരുന്നത് ഈ ഒരു റീറ്റെയിലർ അല്ലെങ്കിൽ ഒരു കമ്പനി അവരുടെ പ്രൊഡക്റ്റ് ഡയറക്റ്റായിട്ട് ഈ ഒരു കൺസ്യൂമറിന് വിൽക്കുകയാണ് അവിടെ ചെയ്യുന്നത്. ഇനി തിജാറത്തുൽ ഇലക്ട്രോണിയ ബൈന ഷിർക്കാത്താണെങ്കിലോ അഥവാ ബിസിനസ് ടു ബിസിനസ് ഇ കൊമേഴ്സിലാണെങ്കിൽ ഒരു കമ്പനി മറ്റൊരു കമ്പനിക്ക് എന്ത് വിൽക്കുകയാണെങ്കിൽ അവിടെയും ഈ ഒരു ഇ കൊമേഴ്സ് വളരെ നല്ല രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ കമ്പനികളിൽ നിന്ന് കമ്പനികൾക്ക് വിൽക്കാം, അതേപോലെ തന്നെ കമ്പനികൾക്ക് ഈ സാധാരണക്കാരായിട്ടുള്ള കസ്റ്റമറിലേക്കും വളരെ സിമ്പിളായിട്ട് വിൽക്കാൻ കഴിയുന്നുണ്ട്. ഈ രണ്ട് സെക്ടറുകളിലും ഈ ബി ടു ബി ആണെങ്കിലും ബി ടു സി ആണെങ്കിലും ഈ രണ്ട് സെക്ടറുകളിലും സാധാരണക്കാർക്ക് അല്ലെങ്കിൽ കസ്റ്റമേഴ്സിന് അവർ ഉദ്ദേശിക്കുന്ന സാധനം ഉദ്ദേശിക്കുന്ന സമയത്ത് ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് വെച്ച് അവരുടെ കയ്യിലുള്ള ഒരു ഡിജിറ്റൽ ഡിവൈസ് വെച്ചുകൊണ്ട് വാങ്ങാൻ കഴിയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു ടെക്നോളജിയുടെ ഈ ഒരു വളർച്ച നമുക്ക് മെഡിക്കൽ രംഗത്തും അതുപോലെ തന്നെ ട്രീറ്റ്മെൻറ്റ് രംഗത്തൊക്കെ നമുക്ക് കാണാൻ കഴിയും. ഇന്ന് കാലത്ത് ഈ ഒരു ടെലിമെഡിസിൻ എന്നുള്ളത് കൂടുതൽ പോപ്പുലർ ആയിക്കൊണ്ടിരിക്കുകയാണ്. അധികം ആളുകളും ഡോക്ടറെ ഇൻ്റർനെറ്റ് വഴി
കൺസൾട്ടേഷൻ ചെയ്യാനാണ് പ്രിഫർ ചെയ്യുന്നത്. കാരണം അവരത് തിരഞ്ഞെടുക്കാനുള്ള കാരണം ഇങ്ങനെ ഇൻ്റർനെറ്റ് വഴി ഓൺലൈൻ കൺസൾട്ടേഷൻ നടത്തുന്ന സമയത്ത് അവർക്കൊരു ഹോസ്പിറ്റലിലേക്ക് പോകേണ്ട ആവശ്യമില്ല, അല്ലെങ്കിൽ ക്ലിനിക്കിലേക്ക് പോകേണ്ട ആവശ്യമില്ല. അതേപോലെ തന്നെ ഇസ്തിഫാഫ് അവരെന്താണ് ഡോക്ടറെ കാണാൻ വേണ്ടിയിട്ട് ക്യൂ നിൽക്കേണ്ട ആവശ്യവും അവർക്ക് ഉണ്ടാവുന്നില്ല. അവസാനത്തെ പാരഗ്രാഫിൽ പറയുന്നത് ഈ ഒരു ടെലിമെഡിസിൻ ടെക്നോളജി മുഖേന ഹെൽത്ത് കെയർ സർവീസുകളും നമുക്ക് പ്രൊവൈഡ് നൽകുന്നുണ്ട്. റിയായത്തു സിഹയ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹെൽത്ത് കെയർ എന്നാണ് അതിൻ്റെ ആശയം വരുന്നത്. പക്ഷേ ഇതൊരു പേഴ്സണൽ രീതിയിൽ മാത്രമല്ല, മറിച്ച് ഈ ഓഡിയോ കോളിൻ്റെയും മക്കാലിമത്തുൽ സൗത്തിയ എന്ന് പറയും ഓഡിയോ കോൾ, അതേപോലെ തന്നെ മക്കാലിമത്തുൽ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീഡിയോ കോൾ. ഈ ഓഡിയോ കോളിലൂടെയും വീഡിയോ കോളിലൂടെയും ഒക്കെ ഇവരെന്ത് ചെയ്യുന്നുണ്ട്, ഹെൽത്ത് കെയർ സർവീസുകൾ നൽകുന്നുണ്ട്. ഇത് ഈ ഡിജിറ്റൽ കാലത്തുള്ള ഹെൽത്ത് കെയർ എഫിഷ്യൻസിയിലേക്കുള്ള ആ ഒരു മേഖലയിലേക്കുള്ള ഒരു ലോജിക്കലായിട്ടുള്ള ബുദ്ധിപൂർവമായിട്ടുള്ള ഒരു ചവിട്ടുപടിയാണ്. ഈ ഒരു കാലത്ത് നമ്മുടെ റാഹത്തും കൺവീനിയൻസും അതേപോലെ തന്നെ കൂടുതൽ സ്പീഡും കാര്യങ്ങളും എക്കണോമിക് ആണെങ്കിലും അത് ഒരുപാട് പരിഗണനയെല്ലാം നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളെല്ലാം വിട്ടുകടന്നുകൊണ്ട് ഒരുപാട് മുന്നോട്ട് ഗമിക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ കൊടുത്തിട്ടുള്ളത്. പിന്നീടുള്ള വേർഡ്സുകൾ നിർബന്ധമായിട്ട് നോക്കുക. പിന്നീട് അവസാനത്തിൽ ഇതിൻ്റെ മാച്ച് ദ ഫോളോയിങ് കൂടെ നമുക്ക് നോക്കേണ്ടതുണ്ട്. ആദ്യമായിട്ടുള്ളത് അൽ മുസ്തഹലിക്കൂൻ എന്നുള്ളതിനോട് മാച്ച് ആവുന്നത് 11ാമതായി വരുന്ന കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. ഇതിൽ 11 ഉണ്ട്, കൺസ്യൂമേഴ്സ് എന്നുള്ളതാണ്. രണ്ടാമതായിട്ട് റിയായത്തു സിഹയ്യ, അതിനോട് യോജിക്കുന്നത് 10ാമതായി വരുന്ന ഹെൽത്ത് കെയർ എന്നുള്ളതാണ്. അടുത്തതായി അക്സറു സില, അതിനോട് യോജിക്കുന്നത് 8ാമതായി വരുന്ന സ്മൂത്തർ എന്നുള്ളതാണ്. അടുത്തതായി കഫാത്ത്, അതിനോട് യോജിക്കുന്നത് 9ാമതായി വരുന്ന എഫിഷ്യൻസി എന്നുള്ളതാണ്. അടുത്തതായി അത്തഖദ്ദും, അതിനോട് യോജിക്കുന്നത് 6ാമതായി വരുന്ന അഡ്വാൻസ്മെൻറ്റ് എന്നുള്ളതാണ്. അടുത്തതായി അൽ ഇത്തിസാലു റഖമി, അതിനോട് യോജിക്കുന്നത് 7ാമതായി വരുന്ന ഡിജിറ്റൽ കണക്ടിവിറ്റി എന്നുള്ളതാണ്. അടുത്തതായി ഒമല, അതിനോട് യോജിക്കുന്നത് 5ാമതായി വരുന്ന കസ്റ്റമേഴ്സ് എന്നുള്ളതാണ്. അടുത്തതായി തംകീൻ, അതിനോട് യോജിക്കുന്നത് 4ാമതായി വരുന്ന എംപവർമെൻറ്റ് എന്നുള്ളതാണ്. അടുത്തതായി അൽ ഇസ്തിഷാറത്തു ഇബ്ര ഇൻ്റർനെറ്റ്, അതിനോട് യോജിക്കുന്നത് 3ാമതായി വരുന്ന ഓൺലൈൻ കൺസൾട്ടേഷൻ എന്നുള്ളതാണ്. പിന്നീടുള്ള തത്ബീബു അൻബാദ്, അതിനോട് യോജിക്കുന്നത് 2ാമതായി വരുന്ന ടെലിമെഡിസിൻ എന്നുള്ളതാണ്. അടുത്തതായി തിജാറത്തുൽ ഇലക്ട്രോണിയ, അതിനോട് യോജിക്കുന്നത് 1ാമതായി വരുന്ന കൊമേഴ്സ് എന്നുള്ളതാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു പാഠത്തിൽ നിന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത്. ഏതായാലും സിമ്പിളായിട്ടുള്ളൊരു പാഠം തന്നെയാണ്. ഇതോടെ നമ്മൾ ഈ ഒരു യൂണിറ്റ് കൂടെ അവസാനിച്ചിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവിടെ നോക്കേണ്ടത് നമ്മൾ ഈ ഒരു വേർഡുകൾ പഠിച്ചു വെക്കുക എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ ഒരു പാഠത്തിൻ്റെ ആശയം മനസ്സിലാക്കി വെക്കുക എന്നുള്ളതാണ്. ട്രാൻസ്ലേറ്റ് ചെയ്യാൻ കഴിയുന്ന രീതിയിൽ ഈ ഒരു വേർഡുകൾ പഠിച്ചു വെക്കണം. കാരണം ഓരോ മേഖലയിൽ നിന്നും നമുക്കെന്താണ് വേർഡുകൾ എഴുതാൻ പറയും. അഥവാ കൊമേഴ്സുമായിട്ട് ബന്ധപ്പെട്ട 10 വാക്കുകൾ എഴുതുക, അല്ലെങ്കിൽ എന്താണ് ടെലിമെഡിസിനുമായിട്ട് ബന്ധപ്പെട്ട 10 വാക്കുകൾ എഴുതുക, അല്ലെങ്കിൽ ടെക്നോളജിയുമായിട്ട് ബന്ധപ്പെട്ട സയൻസുമായിട്ട് ബന്ധപ്പെട്ട അത്തരത്തിൽ ചോദ്യം വരാറുണ്ട്. അപ്പോൾ സിമ്പിളായിട്ടുള്ള കുറച്ച് വാക്കുകൾ മനസ്സിൽ ഓർത്ത് വെക്കുകയും ബാക്കിയുള്ള വാക്കുകളുടെ ആശയങ്ങളും അർത്ഥങ്ങളും എന്ത് ചെയ്യുക, പഠിച്ചു വെക്കുകയും നിർബന്ധമാണ്. കാരണം നമുക്ക് എസ്സേ ക്വസ്റ്റ്യൻസ് ഒന്നും ഇതിന് ഉണ്ടാവുകയില്ല, മറിച്ച് ഇങ്ങനെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസാണ് ഉണ്ടാവുകയുള്ളൂ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല.